ബോളിവുഡ് ഒരു എ റേറ്റഡ് സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എർത്ത് അഥവാ ഭൂമി പട്നേക്കറും അതേപോലെ തന്നെ ഷാഹിദ് കപൂറിന്റെ അനിയൻ മറ്റേ ഇഷാനും അഭിനയിച്ച സീരീസ് ആണ്. എ റേറ്റഡ് പറയുമ്പോൾ വയലൻസ് നെഹി, വയലൻസ് അല്ല, ഇത് മറ്റത് കട്ടിപ്പുടിയിട അത് തന്നെയാണ് ഈ സീരീസിലുള്ളൂ. ഒരു വികാരം മൂത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇതിൽ കാണിക്കുന്നത്. സകല എണ്ണത്തിന് കടക്കണം ഇത് മാത്രമേ ഉള്ളൂ ഇതില്. സോ ഈ സീരീസ് നമ്മൾ വെറൈറ്റി സീരീസ് ആണ്. വെറൈറ്റി കൂടിപ്പോയതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് എർത്ത് അഥവാ ഭൂമിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോ അല്ല, വർക്ക് പൊട്ടാറ്റോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ കൊച്ചിന് ഉരുളക്കിഴങ്ങ് കൃഷി എന്തോ ആണെന്നാണ്. അങ്ങനെയല്ല, ഈ റോയൽ ഫാമിലീസ് ഉണ്ടാവും. ആ റോയൽ ഫാമിലീസിൽ സാധാരണക്കാരെ കൊണ്ടേ നിർത്തും. എന്നിട്ട് ഇവര് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാക്കുക, അവരുടെ കൾച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഇവരെന്നെ ചോദിക്കുന്നുണ്ട്, സാധാരണക്കാർക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ, അതിനുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ആൻസർ ഇല്ല. നാട്ടുകാർക്ക് നമുക്ക് ആൻസർ ഉണ്ടാവും. ഈ സീരീസ് തുടങ്ങുമ്പോൾ നമ്മുടെ നായിക ഭൂമി വന്നിട്ട് ജോഗിങ് നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ ജോഗ് ചെയ്യണവന്റെ ഇടയ്ക്ക് ഈ കടലിന്റെ അവിടെ വന്നിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ടാവും ബീച്ചിൽ. അപ്പൊ കയറ് കെട്ടുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു VIP ഷൂട്ടിംഗ് നടക്കുകയാണ്, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല പറയുമ്പോ പറ്റും, എനിക്ക് കയറിയേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചൊറിയം പുഴു ക്യാരക്ടറാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു അപരാധം പിടിച്ചൊരു ക്യാരക്ടർ. എന്ത് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ അതേ ആ കൊച്ചു ചെയ്യുള്ളൂ. കടലിന്റെ ഈ സൈഡിലേക്ക് ഓടാം പറ്റില്ല, എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഓടണം പറഞ്ഞിട്ട് അത് പൊക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഓടും. ആ സമയത്ത് നമ്മുടെ നായകൻ ഹോഴ്സ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുതിരയെ ഓടി തോപ്പിക്കാൻ നോക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉസൈൻ ബോൾട്ടിന്റെ മകള് വല്ലതാണ്. അത്രയും ഒരു പന്ന ക്യാരക്ടറാണ് അതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറ്റാത്തപ്പോ കുതിരയോട് മിഡിൽ ഫിംഗർ ഒക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. സോ ആളുടെ പേര് ശങ്കറിനോ മിസ് ശങ്കർ ശേഖർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് തമിഴത്തിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ സാറി അമ്മാമ ബ്ലൗസ് അമ്മാമ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് അയ്യോ സാറേ എനിക്ക് മലയാളം കുറച്ച് അറിയാ സാറേ, ആ ഒരു രീതിയിലാണ് പോണത്. ഒരു 2 ഡയലോഗ് മലയാളോ തമിഴോ പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ നമ്മുടെ നായകനെ ബാറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ബാറിൽ വന്ന സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ലാത്ത, അതാണ് ആ കൊച്ചിന്റെ അടുത്ത പ്രശ്നം. പിന്നെ ബാറിൽ എന്താണ് യോഗാസനത്തിന് വരുമോ അല്ല അറിയാൻ ചോദിക്കാനും. പിന്നീട് അവിടുന്ന് ഇതിന്റെ ജോണർ കംപ്ലീറ്റ് ആയി ഷിഫ്റ്റ് ആവുകയാണ്. കട്ടിപ്പുടിയിട കണ്ടവനെ കട്ടിപ്പുടിയിട. അങ്ങനെയാണ് ഈ സീരീസ് കാണിക്കുന്നത്. എല്ലാവർക്കും ഈ സീരീസിൽ കടക്ക തന്നെയാണ് ഈ സീരീസിൽ കാണിക്കാനുള്ളൂ. നായകനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാണാൻ നെക്സ്റ്റ് സെക്കൻഡ് ഇവരെ കടത്തമാണ് പിന്നെ കാണിക്കുന്നത്. അതായത് ഒരു പരിചയം ഇല്ലാത്ത ഒരുത്തനെ കണ്ടുമുട്ടിയിട്ട് അപ്പൊ തന്നെ പോയി കിടക്കുക. അതേപോലെ തന്നെ നായകൻ എപ്പോ ഷർട്ട് പോയാലും അപ്പ വേർക്കണ നായിക. നായകന്റെ ഒപ്പം കിടക്കുന്നത് സ്വപ്നം കാണും. നെക്സ്റ്റ് മൊമെന്റ് വന്നിട്ട് എക്സിന്റെ ഒപ്പം കിടക്കുന്നത് സ്വപ്നം കാണും. നമ്മുടെ നായകനാണ് വെച്ചൊരു മഹാരാജാണ്, അതായത് റോയൽ ഫാമിലിത്തെ മഹാരാജാവാണ്. അവരുടെ ഫാമിലി പറയുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇയാളുടെ അമ്മയുണ്ട്, നമ്മുടെ നായകന്റെ അമ്മയുണ്ട്. ഭർത്താവ് ഈ ഇടയ്ക്ക് മരിച്ചിട്ടേ ഉള്ളൂ. ഏതൊരു സിനിമാക്കാരന്റെ ഒപ്പം പോയി കിടക്കണതാണ്. നായകനാണ് വെച്ച് ഇവളുടെ ഒപ്പം കിടക്കുന്നുണ്ട്. എനിക്ക് എക്സിനെ കണ്ടാ പറ്റില്ല, അവൾ ഉണ്ടെങ്കിൽ ഞാനൊരു ഷോക്ക് വരില്ല. അവള് വന്നപ്പോ അവളുടെ ഒപ്പം പോയി കിടക്കുന്നുണ്ട്.